നമസ്കാരം. LDF സർക്കാരിന്റെ അവകാശവാദങ്ങളെയും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളെയും പരിഹാസരൂപേണ കടന്നാക്രമിച്ചു നടൻ സലിം കുമാർ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കവെയാണ് തനതായ ശൈലിയിലുള്ള കഥകളിലൂടെ സലിം കുമാർ സർക്കാരിനെ തള്ളൽ കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ചത്. അമേരിക്കയെ പോലും തോൽപ്പിക്കുന്ന മാറ്റം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞ പ്രവാസിയെയും കേരളത്തിൽ ലക്ഷക്കണക്കിന് കോടി നിക്ഷേപിക്കാനെത്തിയ വ്യവസായിയും താൻ അന്വേഷിച്ചു ചെന്നപ്പോൾ കണ്ടെത്തിയത് മാനസിക ആശുപത്രിയിലാണെന്നും സലിം കുമാർ പരിഹസിച്ചു. സലിംകുമാറിന്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. 5-6 മാസം മുൻപ് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഏതോ ഒരു സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്ന് കേരളം കണ്ട് അത്ഭുതപ്പെട്ടു എന്ന്. കേരളം ഇതെന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്നാണ് അത്രേ ആ പയ്യൻ പറഞ്ഞത്. എനിക്ക് സംശയം തോന്നി ഈ പയ്യൻ ആരാണെന്ന്. ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അവനെ കാണാൻ പറ്റി. നമ്മുടെ ഊളംപാറ മാനസികാശുപത്രിയിലായിരുന്നു അവൻ. അവന്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, സലീമിന് അറിയാമല്ലോ അമേരിക്ക എങ്ങനെയുള്ളതാണെന്ന്. എന്നിട്ടും ഈ കേരളം കണ്ട് അമേരിക്ക തോറ്റുപോകുമെന്ന് പറഞ്ഞാൽ അവന് വട്ടാണെന്ന് മനസ്സിലായില്ലേ എന്ന്. കറണ്ടൊക്കെ അടുപ്പിച്ച് ഇപ്പോൾ ആളെ തിരിച്ചുവിട്ടു എന്നാണ് സലിംകുമാർ പ്രസംഗത്തിൽ പറഞ്ഞത്. മന്ത്രി P രാജീവ് കൊണ്ടുവന്ന പേരില്ലാത്ത വ്യവസായിയെക്കുറിച്ചും സലിംകുമാർ പരിഹാസം തുടർന്നു. കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കാൻ വന്ന വ്യവസായിയെയും ഞാൻ തിരക്കി ചെന്നു. നമ്മുടെ അമേരിക്കൻ പയ്യൻ കിടന്നതിന്റെ തൊട്ടടുത്ത വാർഡിൽ തന്നെ അയാളെയും എനിക്ക് കാണാൻ സാധിച്ചു. ഓരോ ദിവസവും ഓരോ തള്ളാണ്. കായികമന്ത്രി മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്നു. മെസ്സി വരാത്തത് എന്താണെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചപ്പോൾ, ചേട്ടാ അയ്യപ്പസ്വാമിയുടെ സ്വർണം കട്ട ഇവിടെ, എൻ്റെ സ്വർണ്ണപ്പന്തുകൾ വെക്കാൻ എനിക്ക് പേടിയാണ് എന്നായിരുന്നു മെസ്സിയുടെ മറുപടി. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച മുൻമന്ത്രി തോമസ് ഐസക്കിനെതിരെയും സലിംകുമാർ രൂക്ഷമായി പ്രതികരിച്ചു. കലാകാരന്മാരെ അധികാരത്തിലെത്താൻ ഉപയോഗിച്ചവർക്ക് ഇപ്പോൾ അവർ കോമാളികളായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാളിൽ നിന്നും ഇത്തരം പരാമർശം പ്രതീക്ഷിച്ചില്ലെന്നും സലിംകുമാർ കൂട്ടിച്ചേർത്തു. ഇത്തവണ കേരളത്തിൽ 101% ഭരണമാറ്റം ഉണ്ടാകുമെന്നും VD സതീശൻ ശക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിലപാടുകളുടെ രാജകുമാരനായ സതീശനെ നിലപാടുകളുടെ ചക്രവർത്തിയായ VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും സലിംകുമാർ പറഞ്ഞു. എന്തായാലും സലിംകുമാറിന്റെ വാചകങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 2 രീതിയിലാണ്. ഒന്ന്, സലിംകുമാർ പറഞ്ഞതിന്റെ തമാശ അതിന്റെ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട്. എന്നാൽ അതേസമയം മാനസിക ആരോഗ്യത്തെക്കുറിച്ചും മാനസികാരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചും ഷോക്ക് തെറാപ്പിയെക്കുറിച്ചുമൊക്കെ സലിംകുമാർ നടത്തിയ പ്രസ്താവന അനൗചിത്യമാണ് എന്നൊരു വലിയ വിഭാഗം പറയുന്നുണ്ട്. ഇങ്ങനെയല്ല മറുപടി പറയേണ്ടതെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കരുതൽ വേണ്ടതുണ്ട് എന്നുള്ളതാണ് വലിയൊരു വിഭാഗത്തിന്റെ മറുപടി. എന്നാലും സലിംകുമാറിന്റെ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കേരളത്തിന്റെ അഭിമാനം എന്ന രീതിയിൽ പറഞ്ഞിരുന്ന വ്യവസായികളുടെ നിക്ഷേപത്തെ അടക്കമുള്ള കാര്യങ്ങളിൽ സലിംകുമാർ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും സലിംകുമാറിനെതിരെ ഇടതുപക്ഷ സൈബർ ടീമുകൾ ആക്രമണം ആരംഭിച്ചിട്ടും ഉണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വോട്ടെടുപ്പുണ്ട്. അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമാ താരങ്ങളടക്കമുള്ള ആളുകൾ പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്.